പൊൻകരം നീട്ടി താങ്ങണമേ യേശുനായക, നിന്തിരുമാർവതിൽ ചാരുവോളം ഈ നിന്ദാസരേ, നിന്തിരുമാർവതിൽ ചാരുവോളം ഈ ദാസരേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു 71 സങ്കീർത്തനം അതിൻ്റെ 7 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു, നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. എൻ്റെ വായ നിന്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും വരുതേ. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സംസാരിക്കുന്നു, എൻ്റെ പ്രാണഹാനിക്കായി കാത്തിരിക്കുന്നവർ കൂടി ആലോചിക്കുന്നു. ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു, പിന്തുടർന്ന് വിടുവിപ്പാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു. ദൈവമേ, എന്നോട് അകന്നിരിക്കരുതേ, എൻ്റെ ദൈവമേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. വചനം നമ്മളെ കേൾപ്പിക്കുന്നത്, ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു, നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. 2 കാര്യം പറയുന്നുണ്ട്. ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു, നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. ആ ബലമാണ് ദൈവമക്കളെ, ആ ഏറ്റവും ബലമുള്ള സങ്കേതം അത് ഇവിടെ ദാവീദ് രാജാവ് അനുഭവിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നത്. തളർന്നു പോയില്ലല്ലോ, വീണു പോയില്ലല്ലോ, ആമേൻ, ഉടഞ്ഞു പോയില്ലല്ലോ. എന്തിനും ഏതിനും ദൈവത്തിൻ്റെ ആ തിരുസന്നിധിയിൽ ഏത് വിഷയം വന്നാലും അപ്പൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് നേടിയെടുക്കുകയല്ലേ. എന്ത് വിഷയമുണ്ടെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ആ പാദപീഠം വിട്ടു പോകത്തില്ല. കർത്താവിനെ ആശ്രയിക്കുന്ന മക്കളെ കൈവിട്ടിട്ട് പോവോ ഈ ദൈവം? പ്രശ്നങ്ങൾ വന്നപ്പോഴും പാദപീഠത്തിലുണ്ട്. ഹല്ലേലൂയ. അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോഴും ആ പാദപീഠത്തിലുണ്ട്. സൗഖ്യം പ്രാപിക്കുമ്പോഴും ആ പാദപീഠത്തിലുണ്ട്. ഒന്നുമില്ലായ്മയുടെ നടുവിലെല്ലാം നിറച്ചു കൊടുത്തപ്പോഴും ആ കർത്താവിൻ്റെ പാദപീഠത്തിലുണ്ട്. ലോകക്കാർ കൂടെ വന്നപ്പോൾ കർത്താവിൻ്റെ പാത വിട്ടിട്ട് പോയില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുസന്നിധി തന്നെ നിന്നുകൊണ്ട് അനുഗ്രഹങ്ങൾ പ്രാപിച്ച ആ പാദപീഠത്തിൽ തന്നെ സ്തുതിച്ച് നിൽക്കുകയാണ്. അടുത്ത വചനത്തെ നമ്മൾ കേൾപ്പിക്കുക, എൻ്റെ വായ നിന്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. പ്രശ്നങ്ങൾ എത്ര വലുതാ! ഇത് 71 സങ്കീർത്തനം നമ്മൾ വായിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ദൈവമക്കളെ, ഏതെല്ലാം വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് ദാവീദ് രാജാവ് കടന്നു പോന്നെ. എന്നിട്ടോ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ പ്രശംസിക്കുന്നു. ഒരു കുറവില്ല, ഒരു തടസ്സവും വന്നിട്ടില്ല. അത്രമാത്രം മഹത്വത്തോടെ ഓരോ ദിവസവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പോവുക. പിന്നെ ഈ ദാവീദ് രാജാവിനെ കണ്ട എല്ലാവർക്കും ഒരു അത്ഭുതമായി തീർന്നിരിക്കുക. നീ എൻ്റെ ബലമുള്ള സങ്കേതമാണ്. ഗ്ലോറി, സ്തോത്രം, ആമേൻ. ബലമുള്ള സങ്കേതം അത് അനുഭവിച്ചറിയുക. അതുകൊണ്ട് ആരുടെ മുമ്പിൽ പതർന്നില്ല ദൈവമക്കളെ. സ്തോത്രം. തളരാതെ പതറാതെ മുമ്പോട്ട് പോകുക. എൻ്റെ വായ നിന്റെ സ്തുതി കൊണ്ടും ഇടപെടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുക. ആ വായ്ക്കകത്ത് ഇതൊക്കെ മാത്രമേ ഉള്ളൂ, ദൈവത്തിനുള്ള പ്രശംസയും സ്തുതിയും മാത്രം. ഹല്ലേലൂയ. സങ്കടങ്ങൾ പറഞ്ഞുള്ള കരച്ചിലുമല്ല, കരയേണ്ട സമയത്തും ദൈവത്തോടുള്ള ആ പ്രശംസയും അതുപോലെ സ്തുതിപ്പും കൊണ്ട് അതരത്തെ ദൈവം നിറച്ചു വെച്ചിരിക്കുക. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും വരുതേ. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സംസാരിക്കുന്നു, എൻ്റെ പ്രാണഹാനിക്കായി കാത്തിരിക്കുന്നവർ കൂടി ആലോചിക്കുന്നു. അപ്പോൾ പ്രാണഹാനിക്കായി കാത്തിരിക്കുന്നവരൊക്കെ കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ദാവീദ് രാജാവ് ദൈവത്തിന് വേണ്ടി നല്ലവണ്ണം പ്രവർത്തിക്കുകയല്ലേ. ആമേൻ, സ്തോത്രം. ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു, പിന്തുടർന്ന് വിടുവിപ്പാൻ ആരുമില്ല എന്ന് അവർ പറഞ്ഞു. ദൈവം എന്നെ ഉപേക്ഷിച്ചെന്നാണ് ഇന്നെല്ലാവരും പറയുന്നത്. കാരണം അവസ്ഥ അതാ, സാഹചര്യങ്ങൾ അതാ. കണ്ടാൽ ദാവീദ് രാജാവിനെ കുറിച്ച് നമ്മളിവിടെ കേട്ടാൽ ദൈവമക്കളെ, മഹാകഷ്ടരുടെ കണ്ണുനീരുടെ ഒക്കെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം ഏൽപ്പിച്ച വേല കൃത്യമായിട്ട് ചെയ്ത് യഹോവ ഭക്തനായി, യഹോവയുടെ ദാസനായി, യഹോവയ്ക്ക് പ്രിയ പുരുഷനായി തന്നെ കർത്താവിന് വേണ്ടി വേല ചെയ്തുകൊണ്ടിരിക്കെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ശത്രുക്കൾ പറയുന്നു ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു, അവനെ പിന്തുടർന്ന് വിടുവിപ്പാൻ ആരും ഇല്ലാന്ന്. അവരുടെ നോട്ടത്തിൽ ദാവീദിനെ വിടുവിപ്പാനായിട്ട് ഇവിടെ ആരുമില്ല. ദൈവം അവനെ ഉപേക്ഷിച്ചു, തള്ളിക്കളഞ്ഞെന്നൊക്കെയാണ് ചുറ്റിനും നിന്ന് പറയുന്നത്. ദൈവമേ, എന്നോട് അകന്നിരിക്കരുതേ, എൻ്റെ ദൈവമേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. വേഗത്തിൽ ആ സഹായത്തിന് വേണ്ടി അപേക്ഷിക്കുക. തരും ദൈവമക്കളെ. വേഗത്തിൽ തന്നെ വിശ്വസിക്കുന്ന മക്കൾക്ക് വേഗത്തിലൊരു വിടുതലിത അടുത്ത് വന്നിരിക്കുന്നു.
ഇത്ര നാളായി ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ച വിഷയങ്ങൾ, ഒരു വിടുതൽ കാണാത്ത അനുഭവങ്ങൾ, ഇതാ പ്രത്യാശയോടുകൂടി ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കിതാ ദൈവം വേഗത്തിലൊരു വിടുതൽ തരികയാണ്. വേഗത്തിൽ നമുക്ക് എല്ലാത്തിനും ഒരു വിടുതൽ കർത്താവ് തരികയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് നമ്മളെ സഹായിക്കും. ആമേ സ്തോത്രം. സാക്ഷ്യം പറയണ്ടേ? അപ്പോഴും ഈ കഷ്ടതയുടെയും ഈ കണ്ണുനീരിൻ്റെയും ഈ നിന്ദയുടെയും ഈ വേദനയുടെയും സമയത്തും കർത്താവ് ഏൽപ്പിച്ചത് ചെയ്തുകൊണ്ട് എല്ലാം സഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ പാദപീഠത്തിൽ നിന്ന് കർത്താവിൻ്റെ സഹായം ലഭിക്കുന്നത് വരെയും അവൻ എന്നോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നൊമ്പരങ്ങളും വേദനകളുമായി കർത്താവെ ആ പാദപീഠത്തിൽ ഇന്നും വചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നാളുകളായ ദൈവസന്നിധി വെച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം അത്ഭുതകരമായി വിടുതൽ അവിടുന്ന് ഒരുക്കിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ. ആമേൻ, ഹല്ലേലൂയ. ഒരു വിവാഹത്തിന് വേണ്ടി വിവാഹത്തിൻ്റെ പ്രായം കഴിഞ്ഞിട്ടും കർത്താവെ വിവാഹം നടക്കാത്ത മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തക്കതായ തുണയ ദൈവം അവിടുന്ന് ഒരുക്കി കൊടുത്തൊരു നല്ല സാക്ഷിക്ക് ഒരുക്കിയിട്ടുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്ന് നിന്നയും കേട്ട് പരിഹാസവും അനുഭവിച്ച് നെഞ്ച് നേറിയ പ്രാർത്ഥനയുമായി നാളുകളായിട്ട് നിന്റെ സന്നിധി കാത്തിരുന്ന മക്കൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി കർത്താവെ തലമുറകളെ ദൈവം ഒരുക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവമായ കർത്താവെ, ദൈവം അത്ഭുതം ചെയ്യുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു വീടിന് വേണ്ടി, സ്വന്തമായിട്ടൊരു ഭവനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കൾക്ക് സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി ഒരുക്കുന്ന വൻകൃപയ്ക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഒരു ജോലിക്ക് വേണ്ടി പല വാതിൽ മുട്ടി കർത്താവെ സങ്കടത്തോടെ നിരാശയോടുകൂടി കഴിയുന്ന മക്കൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ കർത്താവെ സ്വർഗത്തിലെ ദൈവം വലിയ അത്ഭുതം നിന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ദാമ്പത്യ ജീവിതം തകർന്നു പോയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം കൂട്ടിച്ചേർത്തത് ആമേ സ്തോത്രം മനുഷ്യർ വേർതിരിക്കാനാവില്ലെന്ന് അടിയങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒന്നിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിപ്പാൻ ദൈവമായ കർത്താവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറെ ഞെരുക്കങ്ങളും കർത്താവെ ഏറെ സങ്കടങ്ങളുമായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ വിഷയം വെച്ചതിനകത്ത് ദൈവം അത്ഭുതം ചെയ്യുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വസ്തു കച്ചവടത്തിന് വേണ്ടിയിട്ട് കർത്താവെ കാത്തിരുന്ന് ദൈവവസനം നാളുകളായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇതുവരെയും ആ കച്ചവടം നടക്കാതെ ഈ വീട് വിറ്റ് കർത്താവെ നിന്റെ മക്കൾക്ക് മറ്റൊരു ദേശം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുടെ നടുവിലാണ് നിന്റെ മക്കൾ കിടക്കുന്നതെങ്കിൽ, സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ നടുവിലാണെങ്കിൽ കർത്താവെ നിന്റെ മക്കളുടെ വസ്തു വിൽക്കുന്നതിനുള്ള തടസ്സങ്ങളെ കർത്താവ് മാറ്റി കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവസന്നിധി സാക്ഷി പറയാൻ തക്കണം കർത്താവെ നിന്റെ മക്കളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനവധി വിഷയങ്ങളെ ദൈവസന്നിധി വെച്ചിട്ട് കാത്തിരുന്ന് കർത്താവെ ഇപ്പോഴും ദൈവസന്നിധി ആ വിഷയം വെച്ചുകൊണ്ട് യഹോവ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു വിശ്വസിക്കുന്ന മക്കൾക്ക് അത്ഭുതം കാണുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സകല മഹത്വം പുകഴ്ചയും അങ്ങെടുക്കണേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. യേശുവേ സ്തോത്രം.